നമ്മുടെ പ്രോപ്പർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ 2 റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഇതാ ഈ കാണുന്ന പോലെ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഇതാ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ സാധിക്കും. ഇതിന് ശേഷം ഇത്തിരി ഒരു ചരിവിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പേ. അതായത് ഈ റോഡ് ലെവലിൽ തന്നെ നമുക്ക് ഇതാ ഇങ്ങനെ കാണുന്ന രീതിയിൽ പ്ലോട്ട് ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് അങ്ങോട്ടേക്ക് പോകും തോറും ഓരോ തട്ടുകളായിട്ട് തിരിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് ഒരു ചരിവാണ്. അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു പഞ്ചായത്ത് റോഡുണ്ട്. ആ റോഡ് ഫ്രണ്ടേജ് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു സൈഡാണ് ആ സൈഡ് കേട്ടോ. അതുകൂടെ കാണിച്ചു തരാം. നമ്മുടെ പ്രോപ്പർട്ടിയുടെ വലതുവശത്തൂടെ ഇതുപോലെ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോമൺ പഞ്ചായത്ത് റോഡാണ്. ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലൂടെ ഇതുപോലെ ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട്. നമ്മുടെ പാറകളുടെയൊക്കെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടോ. നല്ല ഭംഗിയാണ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വീടൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരുവിയിൽ ഇറങ്ങി വേണമെങ്കിൽ കുളിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ അടുത്തുകൂടെ ഈ അരുവി പോകുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമുക്കിതുപോലെ ഈ സൈഡിലൂടെയൊക്കെ അരുവിയൊക്കെ ഉള്ള പ്രോപ്പർട്ടി ഒത്തിരിയധികം പേര് ചോദിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഇതുവഴിയുള്ള ആക്സസ് വരുന്നത്. സിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ്. കാരണം നമ്മുടെ വെമ്പായം ജംഗ്ഷനിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം 3.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. വെമ്പായത്ത് നിന്ന് നെടുമങ്ങാട് റൂട്ട് നമ്മൾ കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും തേക്കട എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. തേക്കട ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി കുറേ ദൂരം വരുമ്പോഴത്തേക്കും ചീരാണിക്കര എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ വലതുവശത്തെ ഒരു വെയിറ്റിംഗ് ഷെഡ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് റോഡ് പോകും. ആ റോഡ് ഫ്രണ്ടേജാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത്. ആ റോഡ് ഫ്രണ്ടേജിൽ കുറച്ചൊന്ന് ജസ്റ്റ് വരുമ്പോൾ തന്നെ രണ്ടാമത്തെ പ്ലോട്ടായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്ന് ഇവിടെ നിന്ന് ഈ വളവിൽ ഇങ്ങനെ തിരിഞ്ഞ് ഈ റബ്ബർ നിൽക്കുന്നതെല്ലാം നമ്മുടെ പ്ലോട്ടാണ് കേട്ടോ. ഇതിലിപ്പോൾ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലൊരു ആദായമുണ്ട്. ഇനി അതല്ല, നമുക്കിതുപോലെ സിറ്റിയിൽ നിന്ന് ഇത്തിരി ഒന്ന് മാറി നല്ല പീസ്ഫുള്ളായിട്ടുള്ള ലൊക്കേഷനിൽ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് വലിയൊരു പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്വന്തമാക്കാം. പെർസെൻറ്റ് റേറ്റ് വരുന്ന 80,000 രൂപയാണ്. ഇപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വീട് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചരിവ് നമുക്ക് ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കാൻ പറ്റും. അതായത് ഇടയ്ക്കൊരു 2 റീറ്റെയിനിങ് വാൾ കൊടുത്ത് 2 സ്റ്റെപ്പുകളാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്സിൽ നമുക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫാമിങ്ങോ ലൈഫ് സ്റ്റോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിടണമെങ്കിൽ വിടാം. ഈ അരുവിയുടെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ചെറിയ 2-3 ക്വാർട്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഈ അരുവി ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നതിൻ്റെ ശബ്ദമൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 80,000 രൂപയാണ്.